എല്ലാ മാന്യ പ്രേക്ഷകർക്കും ട്രൂ ടോക്കിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഇംഗ്ലണ്ടിലെ ചില വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോവുകയാണ്. ഓരോ ചോദ്യങ്ങൾ ഈ അവസരത്തിൽ ചോദിക്കുന്നതായിരിക്കും, അതിനുള്ള മറുപടി പറയാനായിട്ട് കൂടെ ഈ അവസരത്തിൽ അവസരം ഉപയോഗിക്കാൻ പോകുന്നു. ഓക്കെ, ആദ്യത്തെ ചോദ്യം, UK ഉള്ള ഇപ്പോഴത്തെ ക്രിസ്ത്യാനിയുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ. ഫസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാനൊരു റിപ്പോർട്ട് വായിക്കുകയുണ്ടായി. ആ റിപ്പോർട്ടിനകത്ത് 2011 അവൾ ഒരു കണക്കെടുപ്പ് നടത്തിയിരുന്നു. അതിനുശേഷം 2024 ഒരു കണക്കെടുപ്പ് നടത്തി. അതിനകത്ത് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഏകദേശം 3500 ചർച്ചുകളാണ് കൂട്ടിപ്പോയത്. അതിൽ നല്ലൊരു ശതമാനം ചർച്ചുകളും ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ കീഴിൽ വരുന്നതാണ്. ആംഗ്ലിക്കൻ ചർച്ച് ഈ 3500 ചർച്ചുകൾ കൂട്ടിപ്പോയപ്പോൾ അതിനകത്ത് കുറേ ഹബ്ബുകളാക്കി മാറ്റിയിട്ടുണ്ട്. ചിലത് ക്ലബ്ബുകളാക്കി മാറ്റിയിരിക്കുന്നു, ചിലത് ലൈബ്രറി ആക്കി മാറ്റിയിരിക്കുന്നു. അടുത്തതാണ് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചത്. ബാക്കി നല്ലൊരു ശതമാനം മോസ്കുകളാക്കി മാറ്റിയിരിക്കുക. എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഓക്കെ, ഒരു ക്രിസ്തീയ രാജ്യത്തിന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ആ റിപ്പോർട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു എപ്പിസോഡ് ചെയ്യാൻ തന്നെ എന്നെ പ്രേരിപ്പിച്ചത് ആ അവസാനത്തെ ഒരു റിപ്പോർട്ടാണ്. പലതും മുസ്ലിം ദേവാലയങ്ങൾക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് പഴയ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടാണ് യൂറോപ്പിലുള്ള എല്ലാ പള്ളികളാകട്ടെ മറ്റെല്ലാ ബിൽഡിങ്ങുകളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ പള്ളികളും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിയപ്പെട്ടതാണ്. എന്നാൽ പലതും മെയിൻ്റനൻസ് ചെയ്യാൻ പൈസയില്ലെന്ന് അറിയുന്നു. അതുപോലെ തന്നെ ചിലർക്ക് ചോർന്നൊലിക്കുന്നുണ്ട്. വിശ്വാസികളുടെ എണ്ണം നന്നേ കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വിഷയങ്ങൾ ഞാൻ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മുടെ ക്രിസ്ത്യൻ സൊസൈറ്റിക്ക് അത് മാത്രമല്ല, ഈ കുറേ നാളത്തെ കണക്കെടുപ്പ് നോക്കിയപ്പോൾ 2011 കണക്കെടുപ്പ് നോക്കിയപ്പോൾ അതിനുശേഷം 2024 കണക്കെടുപ്പ് നോക്കിയപ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് അവിടെ വളർച്ചയുണ്ടായിട്ടുണ്ട്, നിരീശ്വരവാദികൾക്ക് വളർച്ചയുണ്ടായിട്ടുണ്ട്, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ശരിക്കും വളർച്ചയുണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ക്രിസ്ത്യൻ സൊസൈറ്റി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് അറിയാമോ, നമ്മുടെ ക്രിസ്ത്യൻ സൊസൈറ്റിക്കാണെങ്കിൽ യാതൊരു ഐക്യതയില്ല നമ്മുടെ ഇടയിൽ. ഞാനിപ്പോൾ രണ്ടാമത് ചോദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ചോദ്യം അത് തന്നെ. നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വാസ്തവത്തിൽ ഐക്യത ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വാസ്തവത്തിൽ നമ്മുടെ ക്രിസ്ത്യാനിയുടെ ഇടയിൽ ഐക്യതയില്ല. കാരണം ഞാൻ പറയും, ഇപ്പം പിന്നെ അതിന് 100 കണക്കിന് തെളിവുകളുണ്ട്. 100 കണക്കിന് കൂടുതൽ തെളിവുണ്ട്. ഇപ്പം ഒരാൾക്ക് മറ്റൊരാളെ കണ്ടുകൂടാ എന്നുള്ള ഒരു നിലപാടോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, എല്ലാവരും സ്വാർത്ഥന്മാരായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു സംഘടന എടുത്ത് നോക്കിയാൽ, ഒരു ചർച്ചിനെ എടുത്ത് നോക്കിയാൽ അവരുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവരുടെ സംഘടന മാത്രം വളർന്നാൽ മതി, ബാക്കിയുള്ളവർ എങ്ങനെ പോയാലും കുഴപ്പമില്ലെന്ന് ഒരു നിലപാടാണ്. അതേസമയം ആ ഒരു ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കില്ല. നമ്മുടെ ഇടയിലുള്ള അത്ര ഐക്യത പോലും അവരുടെ ഇടയിലുള്ള ഐക്യത പോലും നമ്മുടെ ഇടയിൽ കാണുന്നില്ല. അതിനെല്ലാം എന്തെല്ലാം മാറ്റങ്ങൾ വരേണ്ടിയിരിക്കുന്നു. മനസ്സിലായില്ല, അവരുടെ ഇടയിലുള്ള ഒരു ഐക്യതയും ആ ഒരു സഹകരണം നമ്മുടെ ഇടയിൽ കാണുന്നില്ല. അതാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. മറ്റു സമുദായത്തിൽ ഉണ്ടായിരുന്ന അവരുടെ ഐക്യതയും ഒരുമയും പോലും നമ്മുടെ സമുദായത്തിൽ, ക്രിസ്ത്യ സമുദായത്തിൽ കാണുന്നില്ല. അതാണ് ഇപ്പം തന്നെ നമ്മുടെയൊക്കെ ഇടയിൽ നിന്ന് ധാരാളം പേര് നമ്മുടെ പ്രോപ്പർട്ടിയൊക്കെ, അതായത് അവരുടെ സ്വന്തം സ്ഥലമൊക്കെ വിറ്റും അമേരിക്ക പോയി അങ്ങ് സ്ഥിരം താമസമാക്കും. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് ഞങ്ങൾ അമേരിക്ക വന്നപ്പോൾ ഞങ്ങൾ സെക്യൂറായി, ബാക്കി ഇനി എങ്ങനെ ആയാലും പ്രശ്നമില്ലെന്നുള്ള ഒരു കൺസെപ്റ്റാണ്. മനസ്സിലായി. അതേസമയം മറ്റ് മുസ്ലിം കമ്മ്യൂണിറ്റി അങ്ങനെയല്ല. അവരാണെങ്കിൽ ഒരു ദേശത്ത് പോയി കഴിഞ്ഞാൽ, ഇച്ചിരി സാമ്പത്തികം ആയി കഴിഞ്ഞാൽ ചുറ്റുവട്ടം മൊത്തം മേടിച്ചിടുക. മനസ്സിലായില്ല. അപ്പം അങ്ങനെ നമ്മുടെ കേരളത്തിൽ എത്രയോ സ്ഥലങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ കയ്യിൽ നിന്നെല്ലാം മറ്റ് സമുദായത്തിൻ്റെ കയ്യിലേക്ക് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ ഐക്യത എന്ന് പറഞ്ഞൊരു സംഭവം തൊട്ട് തീണ്ടിയിട്ടില്ല. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എല്ലാ വർഷവും ഓരോ പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അപ്പോൾ 2018 ഞാനൊരു പുസ്തകം എഴുതിയതിന് ശേഷം ഇത് പ്രകാശനം ചെയ്യിക്കാനായിട്ട് ഞാൻ എറണാകുളത്ത് ഒരു ദേവാസൻ എന്നെക്കൊണ്ട് ഞാൻ പ്രകാശനം ചെയ്യിച്ചു. അപ്പോൾ അദ്ദേഹം ആ കർത്തവ്യമൊക്കെ നിർവഹിച്ചതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഉച്ചയ്ക്ക് ഊണിന് ഇരുന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്,
അതായത് നമ്മൾ ശുശ്രൂഷയിൽ വളരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ചിറകരിയും പുറത്തുനിന്നല്ല ഉള്ള ആൾക്കാരല്ല ചെയ്യുന്നത്, നമ്മുടെ അകത്തുനിന്നുള്ള ആൾക്കാർ തന്നെ. മനസ്സിലായില്ലേ? ഇപ്പം തന്നെ ഒരാൾക്ക് ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിലാണെങ്കിലും അങ്ങ് എടുത്ത് ഷെയർ ചെയ്യുന്നതെല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റിയാണ്. അതിൻ്റെ അടി മൊത്തം തെറിയ എഴുതുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയാണ്. മനസ്സിലായില്ലേ? വാസ്തവം അറിയാം അതിൻ്റെ അടി മൊത്തം. അപ്പം ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഒരു വാസ്തവത്തിൽ ഐക്യത എന്ന് പറയുന്ന സംഭവം തൊട്ട് തീണ്ടിയില്ല. മനസ്സിലായില്ലേ? അപ്പം ഇതിനൊന്നും മാറ്റം വരുന്നു, അന്ന് ഇതിന് ഈ പറയുന്ന കാര്യത്തിനൊക്കെ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ. പാട്ടുണ്ട്, ഐക്യമായി നിന്നു നാം വേല ചെയ്തിടുകിൽ ഇടിച്ചിടാൻ പെയിൻ കോട്ടൺ പാട്ടുകളൊക്കെ ഉണ്ട്, പക്ഷെ യാതൊരു ഐക്യതയില്ല, ഐക്യതയില്ല. ഇപ്പൊ തന്നെ എത്ര പേരാണ് ഇപ്പം എനിക്കറിയാവുന്ന പല സഭകളിലും തമ്മിൽ അതായത് ഒരു സഭയിൽ ഒന്നിച്ച് കൂടുന്നുണ്ടെങ്കിലും തിരുവത്താഴം എടുക്കുന്നുണ്ടെങ്കിലും മെണ്ടിയിട്ട് വർഷങ്ങളായിട്ടുണ്ട്. മനസ്സിലായില്ലേ? ശുശ്രൂഷന്മാരുടെ ഇടയിലും മത്സരം പോലെയാണ്. മനസ്സിലായില്ല? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തകർച്ചയെന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. UK ഇപ്പോൾ ജോലി സാധ്യതകൾ ഉണ്ടോ? അനേക പേര് ജോലി സാധ്യതയ്ക്ക് ഇവിടുന്ന് കടന്നു പോകുന്നുണ്ട്. അവിടുത്തെ ജോലി സാധ്യതയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ നമ്മുടെ പ്രയർ ലൈനിൽ 100 കണക്കിന് ആൾക്കാർ UK എന്നൊക്കെ വിളിക്കാറുണ്ട്, വർഷങ്ങളായിട്ട് വിളിക്കുന്നതാണ്. ഈ ദിവസങ്ങളിൽ അതിൻ്റെ വിളി ഇച്ചിരി കൂടിയിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു BSc നേഴ്സിംഗ് കഴിഞ്ഞവരുണ്ട്, MSc നേഴ്സിംഗ് കഴിഞ്ഞവരുണ്ട്. അതിൽ നല്ലൊരു ശതമാനം ആൾക്കാരും അവർ പറയുന്നത് ഞങ്ങൾക്ക് പിൻ നമ്പർ കിട്ടിയിട്ട് ഞങ്ങൾക്ക് ജോലിക്ക് വിളിക്കുന്നില്ല. കാരണം UK സാമ്പത്തികമായിട്ടൊക്കെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2025 കഴിയുമ്പോഴത്തേക്ക് ഏകദേശം കണക്കനുസരിച്ച് 10,000-ത്തിലധികം ആൾക്കാർക്ക് ഇപ്പോൾ ഉള്ള നിലവിലുള്ള ജോലി നഷ്ടപ്പെടുമെന്നാണ് ഒരു കണക്ക് പറയുന്നത്. മനസ്സിലായി? അപ്പം അത് ഈ സാമ്പത്തികമായിട്ടൊക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഒരു പോയിന്റുണ്ട്, ദൈവനാമത്തിന് വേണ്ടിയിട്ടൊക്കെ നിലകൊള്ളുകയും അതിന് എന്താ പറയുക പ്രാധാന്യം കൊടുക്കുകയും വില കൊടുക്കുന്ന രാജ്യങ്ങൾ ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല. ഉദാഹരണം അമേരിക്കയുടെ കാര്യം കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഈ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3500 ചർച്ചസാണ് അടച്ചു പോയത്. 3500 ചർച്ച അടഞ്ഞു പോകുമെന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമല്ല. മനസ്സിലായി? ഒരു സഭ തന്നെ അതായത് റൺ ചെയ്യിക്കുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. 3500 വലിയ വലിയ ചർച്ചുകൾ അടഞ്ഞുപോയി. അപ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ല, നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ തന്നെ നമ്മുടെ ചെറുപ്പക്കാർക്ക് ആർക്കും സഭായോഗത്തിന് വരാൻ താല്പര്യമില്ല. മനസ്സിലായി? അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പം അനേക ചെറുപ്പക്കാർ ഇവിടുന്ന് സ്ഥലം വിടുവാണ്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ജോലി സാധ്യതകൾ കുറഞ്ഞതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി സാധ്യതയ്ക്ക് കടന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് നമ്മുടെയൊക്കെ നാട്ടിലുള്ള ഭരണാധികാരികൾക്കാർക്കും ദീർഘവീക്ഷണമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ നാളെ അല്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ശുശ്രൂഷിച്ചാണ് നമ്മൾ ഭാവന കാണുന്നവരായി തീർന്നു. കഴിഞ്ഞ എപ്പിസോഡ് ശുശ്രൂഷിച്ചു. അപ്പോൾ ആ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ശുശ്രൂഷിച്ചപ്പം അതിനകത്ത് നമ്മൾ പറഞ്ഞൊരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക, നമ്മൾ ദീർഘവീക്ഷണമില്ലാതെ പ്രവർത്തിച്ച നിമിത്തമായിട്ടും ഭരിച്ച നിമിത്തമായിട്ടാണ് ഇത് ജോലി സാധ്യത ഇല്ലാതെ പോയത്. ഇവിടെ ഒരുപാട് സാധ്യതകളുണ്ട്. ഇവിടെ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാനുള്ള ഒരുപാട് സാധ്യത നമ്മുടെ ദേശത്തുണ്ട്, നാട്ടിലുണ്ട്. പക്ഷേ അതിന് ഭരണാധികാരികളാകട്ടെ കൂടെ നിൽക്കുന്നവരാകട്ടെ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല. അതുകൊണ്ടാണ് അന്യദേശത്തേക്ക് പോകേണ്ടി വന്നത്. അപ്പോൾ അവിടെ എന്താ പറ്റിയത്? അവിടെ ഈ പറഞ്ഞ പോലെ അവിടെ ചെന്നിട്ട് ആ രാജ്യത്തിൽ ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത, അമേരിക്ക പഠിക്കാൻ പോയൊരു കുട്ടി അവിടെ പിന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടന്നു കഴിഞ്ഞപ്പം ഹമാസിന് അനുകൂലമായിട്ട് നിലപാടെടുത്തു. അന്നേ നമ്മൾ പറഞ്ഞാണ് ഗവൺമെന്റ് മോണിറ്റർ ചെയ്യും. കഴിഞ്ഞ ദിവസം പിന്നെ അവർ പുറത്താക്കപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞത് നമ്മളൊരു ദേശത്ത് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതികളും ഒക്കെ കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ തന്നെ ഈ നമ്മുടെ ഈ ഇംഗ്ലണ്ടിൻ്റെ വിഷയം നമ്മൾ പറഞ്ഞു വന്ന മെയിൻ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവാലയങ്ങളിലൊക്കെ അടയ്ക്കപ്പെടുന്നു. അത് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. വരും നാളിൽ നമ്മുടെ തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുക്കണം. കാരണം ഈ ദൈവരാജ്യം അല്ലെങ്കിൽ ഈ സുവിശേഷ പ്രവർത്തനങ്ങൾ ലോകത്ത് എന്ന് അസ്തമിക്കുന്നു അന്ന് ലോകം ഇരുട്ടിലോട്ട് പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഗൗരവമേറിയ വിഷയമാണ് 3500 പള്ളികൾ അടച്ചു പോയതും അതിൽ പലതും മോസ്കുകളായി മാറി എന്നുള്ളതും ഗൗരവമേറിയ വിഷയമാണ്. നമ്മുടെ
ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ നേതാക്കന്മാർ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ വേണം. പഴയതിനേക്കാൾ ശക്തമായിട്ട് ആ രാജ്യമൊക്കെ ഉണർവിൻ്റെ ഭാഗമായി മാറട്ടെ എന്നാണ് ഈ അവസരത്തിൽ ഈ എപ്പിസോഡിൻ്റെ അവസാന സന്ദർഭത്തിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വിശേഷമായിട്ട് വേഗത്തിൽ വരാം. കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ എലോഹിം ഗ്ലോബൽ മിനിസ്ട്രി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അനേകരിലേക്ക് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.